ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളൊന്ന് പുറത്ത് പോയിരുന്നു കേട്ടോ. പുറത്ത് പോയതെന്ന് വെച്ചാൽ തേങ്ങ ആട്ടിക്കാനുണ്ടായിരുന്നു, അതിന് പോയി. പിന്നെ അക്ഷയെ പോയി. ആലിയാൻ്റെ അഡ്രസ്സൊന്ന് മാറ്റാണ്ടായിരുന്നു. ഇവിടെ താമസിച്ചിട്ട് തന്നെ 10 വർഷമായി. 10 വർഷത്തിലേറെ ആയിട്ടുണ്ടാവും. 10 വർഷമായി. 10 വർഷം ആവുന്നു. പിന്നെ എന്നിട്ട് ഇതുവരെ അഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവളത് മാറ്റി. ഞങ്ങളുടെയൊക്കെ ഓൾറെഡി പിന്നെ അഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് മാറ്റി. പിന്നെ അപ്പോൾ നമ്മൾ പോയി വരുമ്പോൾ കുറച്ച് സമയം വൈകിട്ടോ. എന്തൊരു തിരക്കാണോ, പറയേണ്ട ആശയമുള്ളൊരു തിരക്കൊന്നും. അങ്ങനെ പിന്നെ നമ്മൾ വരുമ്പോൾ ആദ്യം അറിഞ്ഞു നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കടായി ആക്കാമെന്ന് പറഞ്ഞു. ക്യാരറ്റ് ജ്യൂസ് മതി, ഇന്ന് പൊരികളൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടോ. നേരെ 5 മണി കഴിഞ്ഞ് ഞാൻ ചടപടേ എന്ന് വെച്ചിട്ട് പരിപാടികൾ വേഗം തീർക്കട്ടെ കേട്ടോ. അപ്പോൾ കടായിക്ക് വേണ്ടിയിട്ട് ഇതാ നമ്മൾ ചിക്കനൊക്കെ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്, കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് മസാല പുരട്ടിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം. പൊരിച്ചെടുത്തതിന് ശേഷം നമ്മൾ കടായി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഫുള്ളായിട്ടൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, എന്നാലും കുറച്ചൊക്കെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ക്യാരറ്റ് ജ്യൂസ് അടിക്കാനും വേണ്ടിയിട്ട് ഇതാ ക്യാരറ്റ് നന്നായി ഒന്ന് വരണ്ടി എടുത്തതിന് ശേഷം നമുക്ക് കഴുകിയിട്ട് ഇതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുക്കറിൽ 2-3 വിസിൽ അടുപ്പിച്ചതിന് ശേഷം നമുക്കിത് ചൂടാറിയതിന് ശേഷം പാലും കൂട്ടിയിട്ട് ഇത് ജ്യൂസ് അടിച്ചെടുക്കണം കേട്ടോ. എൻ്റെ മക്കൾ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കുന്നൊരു ജ്യൂസാണ് കേട്ടോ ഈ ഒരു ജ്യൂസ്, ക്യാരറ്റ് ജ്യൂസ്. അപ്പോൾ നമ്മളെ ക്യാരറ്റ് ജ്യൂസും നമ്മളെ നെയ്ച്ചോറും ആകുമ്പോഴേക്കും നമ്മൾ ഒന്ന് പുറത്ത് പോയിരുന്നല്ലോ. അവർ ചെറിയ കുഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പോയി കണ്ടുവരിട്ടാ. നമ്മളിതാ റേഷൻ പീടിക്കൊക്കെ പോവാണ്. മില്ലിക്കും പിന്നെ പിന്നെ നമ്മൾ വേറെ സാധനങ്ങൾ വാങ്ങാനും പോകുന്നുണ്ട്. ഷേക്ക് പോകണം എന്നൊക്കെ. അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുക്കുക. പോകുമ്പോഴുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോ എടുക്കണ്ടേ. അപ്പം നമുക്ക് പോവാം അല്ലേ. അമ്മ ബക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെൽമെറ്റ് വേണ്ടേ? ഇതാ തലയിൽ നിർത്തോളൂ. നമ്മൾ പോവാണ്. നമ്മളെ കോഴിക്കളാട്ടത്. നമ്മൾ സാധനം ഇങ്ങനെ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ തേങ്ങ ആട്ടിക്കുന്ന മില്ല്. അങ്ങനെ അവിടെ കൊടുത്തിട്ട് ഞങ്ങളിതാ അക്ഷയയിൽ പോവാണ്. അക്ഷയയിൽ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ പോകുന്ന വഴിയാണിത്. VK മാട്, അത് കഴിഞ്ഞ് പിന്നെ ചിന്നമ്മപ്പടി. അങ്ങനെ നമ്മൾ ചേറൂർ അക്ഷയയിൽ ആദ്യം കയറി. അവിടെ അവൻ്റെ ആരോ മരിച്ചിട്ട് അവന് ലീവാണെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ വേങ്ങര പോവുകയാണ്. നമുക്ക് ഇന്ന് തന്നെ നമ്മളെ കാര്യങ്ങൾ നടക്കണം. പിന്നെ ഏതായാലും അതിന് ഇറങ്ങിയില്ലേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ നേരെ നമ്മൾ മില്ലിൽ സാധനം വെച്ചിരുന്നല്ലോ,
അവിടെ വന്ന് നമ്മളെ വെളിച്ചെണ്ണയും പിണ്ണാക്കുമൊക്കെ എടുത്തിട്ട് നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ മില്ലിൽ ചെന്നപ്പം അവരെ കണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മളുടെ ആട്ടിയിട്ടില്ലേന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളുടെ ആട്ടി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതും വാങ്ങിയിട്ട് കുറച്ച് അവനോട് തമാശയൊക്കെ മോളോട് എന്തൊക്കെയോ പറഞ്ഞു ചെയ്തു. ഇതാണ് നമ്മളെ മില്ലിൻ്റെ ഓണർ കേട്ടോ. അങ്ങനെ അവിടുന്ന് സാധനം എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഒരുപാട് പണികളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ ക്യാരറ്റ് ജ്യൂസ് അടിക്കാൻ ക്യാരറ്റ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. ചിക്കൻ കഴുകി വെച്ചത് നന്നായി വെള്ളം ചോർന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒന്ന് മസാല പുരട്ടാനും വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാല പുരട്ടി വെക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് വിനാഗിരിയോ അല്ല ചെറുനാരങ്ങ വേണം. അതിവിടെ ഇല്ല. ചെറുനാരങ്ങ ഉണ്ട്. ചെറുനാരങ്ങ ഞാൻ കറിയിലേക്ക് ഉപയോഗിക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കത്തിയൊക്കെ ഒന്ന് മൂർച്ച കൂട്ടുന്നത് എപ്പോഴും നന്നായിരിക്കും കേട്ടോ. നമ്മളിവിടുത്തെ കത്തിയെന്ന് പറഞ്ഞാൽ ഭയങ്കര മൂർച്ചയാണ്. അപ്പോൾ നമ്മൾ കടായിലേക്ക് ഉള്ളി വെട്ടുന്നത് നോക്കി നിങ്ങൾ സ്ക്വയർ രൂപത്തിലാണ് കേട്ടോ. സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ക്യാപ്സിക്കം അരിഞ്ഞ് വെക്കണം. പിന്നെ അതുപോലെ തന്നെ തക്കാളി അരിഞ്ഞ് വെക്കണം. പച്ചമുളക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇവിടെ മക്കൾക്ക് എരിവ് പറ്റാത്തത് കൊണ്ട് ഞാൻ എരിവ് നന്നായിട്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കൻ കടായൊക്കെ അവിടെ ആയിട്ടുണ്ട്. അപ്പോഴേക്ക് നമുക്കിത് ആ ക്യാരറ്റ് ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കണം കേട്ടോ. ഞാൻ ക്യാരറ്റ് വേവിച്ച വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പാലും പഞ്ചസാരയും 2 ഏലക്കായും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ.
മക്കൾക്ക് ഏറെ അധികം ഇഷ്ടപ്പെടുന്നൊരു ജ്യൂസാണിത് കേട്ടോ. കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാനിതൊരു അരിപ്പയിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അവർക്കിതിലേക്കൊരു കസ്കസും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ കസ്കസ് പുതിർത്താൻ വെച്ചിരുന്നു. അത് പുതിർന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മളെ ജ്യൂസ് നന്നായി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെച്ച കസ്കസ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ജ്യൂസ് കറിയൊക്കെ റെഡിയായി. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളത് ഇനി നെയ്ച്ചോറാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഒഴിച്ചിട്ട് കറാമ്പൂ, പട്ട, ഏലക്കായി, വല്യുള്ളി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും അതിലേക്ക് ഒരു പാത്രത്തിന് 2 പാത്രം വെള്ളം എന്നുള്ള കണക്കിലാണ് കേട്ടോ ഞാൻ നെയ്ച്ചോറ് വെക്കാനും വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പാത്രത്തിന് 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ്ച്ചോറിൻ്റെ ഓല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വെള്ളം തിളച്ച് വന്നപ്പോഴേക്കും ഞാനിതാ അരിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വിസിലടിച്ച ഉടനെ തന്നെ നമ്മൾ കുക്കർ ഓഫാക്കിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ എയർ ഒഴിവാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ നെയ്ച്ചോറ് അടിപൊളിയാവും. അങ്ങനെ ഇതാ നെയ്ച്ചോറ് അവിടെ വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്കിതാ നോമ്പ് തുറക്കാൻ സമയമായി. നോമ്പ് തുറക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനും കുട്ടികളും മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. അപ്പം മക്കൾ ജ്യൂസ് എടുത്ത് കുടിച്ചു. ഞാൻ പച്ചവെള്ളം കൊണ്ടാണ് കേട്ടോ നോമ്പ് തുറന്നത്. ഈത്തപ്പഴമൊക്കെ ഉണ്ട്, അതൊന്നും എടുക്കാൻ സമയം കിട്ടിയില്ല. അപ്പോഴേക്കും ബാങ്ക് കൊടുത്തു. അങ്ങനെ ആ ഫ്രൂട്ട്സ് ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. ഇവരാരും കഴിക്കുന്നില്ല. അതിനൊക്കെ ഞാനിങ്ങനെ പറയുകയാണ് അവരോട്, എല്ലാം കഴിക്കണം എന്നാലേ നല്ല കുട്ടികളാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ അവർക്ക് ജ്യൂസ് മാത്രം മതി എന്നാണ് പറഞ്ഞത്. പിന്നെ ഇന്ന് പൊരികളൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് ചോറ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാമെന്നും പറഞ്ഞു ഞാൻ കേട്ടോ. ഇതൊക്കെ തിന്നേ, ഫ്രൂട്ടൊക്കെ തിന്നേ, ഇതൊക്കെ തിന്നണം. ജ്യൂസിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ജ്യൂസ് ആയിഷാക്കും ആലിയാക്കും ഇതാണ് കേട്ടോ, ക്യാരറ്റ് ജ്യൂസ്. ഇതിൽ കസ്കസ് ഇട്ടാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ലോണം ഇഷ്ടമല്ലേ? അപ്പം നമുക്കിന്ന് പൊരികളൊന്നുമില്ല. നമ്മൾ പുറത്ത് പോയിട്ട് നേരം വൈകിയത് കാരണം പൊരികളൊക്കെ നിർത്തി വെച്ചിട്ട് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കടായി. നോമ്പ് തുറക്കാൻ പിന്നെ ഫ്രൂട്ട്സും ജ്യൂസൊക്കെ ഉണ്ടല്ലോ, മതി. അപ്പോൾ നമുക്ക് ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ കാണാം കേട്ടോ. തിന്നു കഴിഞ്ഞിട്ടില്ല, തിന്നുമ്പോൾ കാണാം. അപ്പോഴേക്കും നമ്മളെ നെയ്ച്ചോറൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നെയ്ച്ചോറ് റെഡിയായ ഉടനെ തന്നെ ആയിഷാക്കും ആലിയാക്കും ഞാൻ വിളമ്പി കൊടുത്ത്. അങ്ങനെ അവരതും കഴിക്കുന്നുണ്ട്, ഞാൻ ഫ്രൂട്ട്സും ജ്യൂസും അതും കഴിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. കമൻറ്റ് ബോക്സിൽ കമൻറ്റൊക്കെ രേഖപ്പെടുത്തിക്കൊള്ളേണ്ടി. അപ്പോൾ അതാ രണ്ടാളും സ്പൂണൊക്കെ ആയിട്ടാണ് കേട്ടോ. ചൂടാണ്, അതുകൊണ്ടാണ്. ചൂടാറിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് സമയമില്ല അവർക്ക്. ഇറങ്ങിയിട്ടും കൂടി ഇല്ല. സലുകിച്ചാൻ പറഞ്ഞാൽ ചൂടില്ല ആക്കോ. ഹലോ ഗൈസ്.